ഞാനിപ്പോൾ കോഴിക്കോടല്ലുള്ളത്. കോഴിക്കോട് നിന്ന് കുറച്ച് മാറി മൈസൂരാണുള്ളത്. ഹലോ ടീച്ചറെ, എങ്ങോട്ടാ പോണേ? I am taking students for clinical postings. ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെയാണോ പോസ്റ്റിംഗ്? College and hospital are in same campus. അങ്ങനെയാണെങ്കിൽ നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി ഒക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും പഠിക്കാം. കാരണം നമ്മുടെ മൈസൂർ അതിനായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഉണ്ട്. അതായത് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ കോളേജും വരുന്നത്. BSc നഴ്സിംഗ് കോഴ്സ്, അതായത് തന്നെ BPT ഫിസിയോതെറാപ്പി കോഴ്സ്, ഒക്യുപേഷണൽ തെറാപ്പി BOT കോഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടെ നമുക്ക് പാരാമെഡിക്കൽ കോഴ്സ് BSc MLT, MIT, OT ആൻഡ് AT കോഴ്സ്, അതായത് RCT റെസ്പിറേറ്ററി കെയർ ടെക്നോളജി എന്ന കോഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ. അതേപോലെ നമുക്ക് ഹോസ്റ്റൽ, നമുക്ക് ബോയ്സിനും ഗേൾസിനും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫുഡ് നമുക്ക് മലയാളി ഫുഡ് തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ലാബാണ്. അതായത് എന്താണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബ് എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ഒരു BSc നഴ്സിംഗ് പഠിക്കാൻ വരുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് പഠിക്കാൻ വരുന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ ബേസിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് നഴ്സിംഗ്, അല്ലെങ്കിൽ അവർ എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നതിൻ്റെ കാര്യങ്ങൾ ബേസിക്സ് പഠിക്കുന്നത് ഈ നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബിൽ നിന്നാണ് പഠിക്കുന്നത്. അതാണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബ്. നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ മാനിക്കിൾസ്, ഇതിനെ പറയുന്ന പേരാണ് മാനിക്കിൾസ് എന്ന് പറയും. ഇത് ഫീമെയിൽ മാനിക്കിൾസ്, മെയിൽ മാനിക്കിൾസ്. അതായത് ഒരു ഡമ്മി എന്ന് തന്നെ പച്ചമലയാളത്തിൽ പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേഷ്യൻറ്റിന് ഒരു ഫീമെയിൽ പേഷ്യൻ്റ് വന്നാലുള്ള അവർക്ക് ചെയ്യേണ്ട ശുശ്രൂഷകൾ, ബേസിക് ശുശ്രൂഷകൾ എന്താണെന്നുള്ളതും ഒരു മെയിൽ പേഷ്യൻ്റ് വന്നാലുള്ള ശുശ്രൂഷകൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേസിക് സ്റ്റഡിയാണ് കുട്ടികൾക്കുള്ള. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഇവിടുത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതായത് ഒരു നേഴ്സ് അറിഞ്ഞിരിക്കേണ്ട എക്യുപ്മെൻറ്റ്സ് ആണ് ഇതൊക്കെ, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ്. ഇതെങ്ങനെയൊക്കെയാണ് പ്രവർത്തിപ്പിക്കുന്നത്, ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള സ്റ്റഡീസാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഇത് വേറൊരു മാനിക്കുലാണ്. അതായത് ഇത് നീഡിൽസ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമുക്ക് ലൈവായിട്ട് ഇവർക്കൊന്ന് ഇഞ്ചെക്ഷൻസിൻ്റെ എങ്ങനെയാണ് നീഡിൽ വെയിൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നതും അതിൻ്റെ ടെസ്റ്റ് ബേസിക്സ് ഒരു ഡമ്മി വെച്ച് പഠിപ്പിക്കുന്ന ഏരിയസാണ്. പിന്നെ ഇത് ഫസ്റ്റ് എയ്ഡ്സ് ആണ്. ഫസ്റ്റ് എയ്ഡ്സ് ട്രയൽ ചെയ്ത് കഴിഞ്ഞാണ് നമുക്ക് CPR പോലുള്ള ഫസ്റ്റ് എയ്ഡ്സ് പഠിപ്പിക്കുന്നത്. പിന്നെ ഈ വീൽ ചെയറിന് വരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു നഴ്സ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും വീൽ ചെയർസിന് അതുണ്ട്. വീൽ ചെയർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഒരു പേഷ്യൻ്റ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്, അങ്ങനെയുള്ള ഒരു നഴ്സ് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കേണ്ട ബേസിക് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അനാട്ടമി സെക്ഷനാണ്, അനാട്ടമി ലാബാണ്. നമുക്കിത് എസ്റ്റാബ്ലിഷിംഗ് നമുക്ക് വരുന്നുണ്ട്. അനാട്ടമി ലാബ് നമ്മുടെ തൊട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു വലിയ ലാബും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ലാബാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ ഫിസിയോതെറാപ്പി ഉണ്ട്, ഒക്യുപേഷണൽ തെറാപ്പി പോലുള്ള കോഴ്സുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അതായത് BOT എന്നുള്ള കോഴ്സുണ്ട്, റയർ കോഴ്സാണ്. അതൊക്കെ നമുക്കിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും പിന്നെ അതുകൂടാതെ ഏതൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണെങ്കിലും, ഇപ്പം പാരാമെഡിക്കൽ പഠിക്കുന്നവനാണെങ്കിലും അല്ലെങ്കിൽ പാരാമെഡിക്കൽ കുറിക്കുന്ന കുട്ടിയാണെങ്കിലും നഴ്സിംഗ് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അവർക്ക് ഒരു ബേസിക് അനാട്ടമി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, കോഴ്സ് ഉണ്ട്. അതിൻ്റെ ബേസിക് ലാബാണിത്.